നമസ്കാരം. നമ്മുടെ പിണറായി സർക്കാർ കേരളത്തെയും കേരളത്തിലെ പൗരന്മാരെയും ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒന്നാമതായി വിജയിച്ചു നിൽക്കുന്നു എന്നാണ് തള്ള്. ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം നടത്തുന്നതും വിദ്യാഭ്യാസപരമായും മറ്റ് സാംസ്കാരികമായും എല്ലാം ഉയർന്നു നിൽക്കുന്നതും മുന്നിട്ട് നിൽക്കുന്നതും കേരളം എന്നാണ് വീണ്ടും തള്ളിക്കൊണ്ടിരിക്കുന്നത്. ഈ തള്ളുകളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തള്ളുവണ്ടിയുമായി കഴിഞ്ഞ ഒരു മാസമായി കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജീവരക്ഷാ പ്രവർത്തനങ്ങളും മറ്റും നടത്തിയതും പലരും ഇന്നും എഴുന്നേറ്റ് നടക്കാൻ കഴിയാതെ ആശുപത്രിയിലായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി ജനങ്ങൾ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ വരുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മുടെ ജനപ്രതിനിധികൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ അതിന് സമയമില്ല എന്നുള്ളതാണ്. അവർക്ക് സ്വന്തം ബന്ധുക്കളുടെ ഖജനാവ് നിറയ്ക്കാനും സ്വന്തക്കാരെ അധികാര സ്ഥാനത്തേക്ക് മറ്റും തിരികെ കയറ്റാനുമുള്ള ഒരു വ്യഗ്രത മാത്രമാണ് ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സംസ്ഥാന സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ കടലാസിൽ കിടക്കുന്നത്. 7 വർഷമായി പിണറായി സർക്കാർ ഇവിടെ ഭരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുള്ള 63.01 കോടി, ആ കോടിയിൽ ആകെ ചെലവാക്കിയത് ഇതുവരെ പിണറായി സർക്കാർ ചെലവാക്കിയത് വെറും 2.79% മാത്രമാണ്. ബാക്കി പണം മുഴുവൻ ആവശ്യമില്ലാതെ കിടക്കണം. ഇങ്ങനെയുള്ള പദ്ധതികളിൽ 10 എണ്ണത്തിൽ 1 രൂപ പോലും ഇതുവരെ ചെലവഴിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ആകെ 13 പദ്ധതികളാണ് മൈനോറിറ്റി വെൽഫെയർ ഡയറക്ടറേറ്റിന് കീഴിലുള്ളത്. അതിൽ 10 പദ്ധതികളിൽ 5 നയാ പൈസ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. പഠനത്തിൽ മികവ് പുലർത്തുന്ന ന്യൂനപക്ഷത്തിലെ കുട്ടികൾക്ക് സ്കോളർഷിപ്പിന് 6.52 കോടി, 6.52 രൂപയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയിരുന്നത്. ഇങ്ങനെ വിലയിരുത്തിയ ഈ 6.52 കോടിയിൽ 6.52 1 രൂപ പോലും നൽകിയിട്ടില്ല. ഇതിനു പുറമെ നഴ്സിംഗ് ഡിപ്ലോമ, പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ്, അതുപോലെ CA ICWA കോഴ്സിനുള്ള സഹായം, അതുപോലെ മൈനോറിറ്റി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ വിദ്യാഭ്യാസ സഹായ പദ്ധതികൾ, ഇതൊന്നും 1 ഇഞ്ച് മുന്നോട്ട് നീങ്ങിയിട്ടില്ല ഇതുവരെ. നമുക്ക് തോന്നും പ്രശ്നങ്ങൾ ഇവിടെ മാത്രമേ ഉള്ളൂ എന്ന്. മുസ്ലിം സ്ത്രീകൾക്കുള്ള പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, അതുപോലെ കുടിവെള്ള പദ്ധതി, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മൈനോറിറ്റി വിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി നിൽക്കുകയാണ്. മാത്രമല്ല ഇത്തരം വകുപ്പുകളുടെ എല്ലാം ഒരു ആധുനികവൽക്കരണമുണ്ട്. അതിന്റെ സ്ഥിതിയൊക്കെ വളരെ പരിതാപകരമാണ്, മോശമാണ്. ഈ മൈനോറിറ്റി വിഭാഗങ്ങൾക്കുള്ള കരിയർ ഗൈഡൻസ് പ്രോഗ്രാം വകയിരുത്തിയതിൽ 1.67% മാത്രമാണ് ഇതുവരെ നൽകിയത്. ഇവർക്കുള്ള ഡിപ്ലോമ കോഴ്സുകൾക്ക് 82 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. അതിൽ 84% തുക ചെലവഴിച്ചിട്ടുണ്ട്. അതുപോലെ മൈനോറിറ്റി വിഭാഗത്തിൽ വിവാഹം ഉപേക്ഷിച്ച സ്ത്രീകൾക്കായിട്ടുള്ള ഹൗസിംഗ് പദ്ധതികളുണ്ട്. അതിനും കുറച്ച് തുക ചെലവഴിച്ചിട്ടുണ്ട്. അതായത് 5 കോടിയാണ് ബഡ്ജറ്റിൽ വകയിരുത്തിയത്. അതിൽ 1 കോടി നൽകിയിട്ടുണ്ട്. ബാക്കി 4 കോടിയും ഇതുവരെ നൽകിയിട്ടില്ല. ഇനി അതിലും വലിയ രസം എന്ന് പറഞ്ഞാൽ, കേന്ദ്ര പദ്ധതിയായിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ ബഹുമുഖ വികസനത്തിനുള്ള 24 കോടി രൂപയുടെയും 16 കോടി രൂപയുടെയും 2 പദ്ധതികളുണ്ട്. ഇങ്ങനെ 24 കോടി രൂപയുടെയും 16 കോടി രൂപയുടെയും 2 പദ്ധതികളുടെ അവസ്ഥ കേട്ടാൽ ഞെട്ടും. 1 രൂപ, 1 നയാ പൈസ ഇതുവരെ ചെലവഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട്, കേന്ദ്രം അനുവദിക്കുന്ന പണമായതുകൊണ്ട് നരേന്ദ്രമോദിയുടെ പേര് ഒരുപക്ഷെ ഉയർന്നു വരുമെന്ന് കരുതിയിട്ടായിരിക്കും പിണറായി സർക്കാർ ഇതൊക്കെ മറച്ചു പിടിക്കുന്നത്. അതായത് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല, കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ 1 രൂപ പോലും പെൻഷൻ കൊടുക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ പെൻഷൻ തടഞ്ഞു വെച്ച് അതിനുവേണ്ടി പെൻഷൻകാരോട് യുദ്ധം നടത്തുന്ന അവസ്ഥ, മാനസിക വൈകല്യമോ അല്ലെങ്കിൽ ബുദ്ധി വൈകല്യമോ അനുഭവിക്കുന്നവർക്ക് കൊടുത്തിട്ടുള്ള പെൻഷൻ പലിശ സഹിതം തിരിച്ചടയ്ക്കണമെന്ന് പറയുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും സാമ്പത്തികമായി കടമെടുക്കാൻ കേന്ദ്രം സമ്മതിക്കാത്തതാണെന്ന് പറയുമ്പോഴും ഇങ്ങനെ കൊടുക്കുന്നുള്ള പൈസ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ന്യൂനപക്ഷങ്ങളുടെ വിവിധ മേഖലകളെ വികസനത്തിനുള്ള 24 കോടി രൂപയും 16 കോടി രൂപയും, മൊത്തം 40 കോടി രൂപ. ആ 40 കോടി രൂപയിൽ 1 നയാ പൈസ ചെലവഴിച്ചിട്ടില്ല. അതിന് അർഹരായുള്ളവർ കേരളത്തിൽ ഇല്ലാഞ്ഞിട്ടാണോ? അല്ല, കൊടുക്കൂല, തിന്നയുമില്ല തീറ്റിക്കുകയുമില്ല. എന്നിട്ടും പറയും കേന്ദ്രം തരുന്നില്ല, കേന്ദ്രം തരുന്നില്ല എന്ന്.